ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും വലിയ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ വലിയ പെരുന്നാൾ നൈസായിരുന്നു. കാരണം എന്താ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വലിയ പെരുന്നാൾ മാത്രമല്ല എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടിയാണ് അന്നത്തെ ദിവസം വന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ ആയിരുന്നു പെരുന്നാളായിരുന്നത്. ഇന്നലെ തന്നെ എൻ്റെ ബർത്ത്ഡേ. 20 വയസ്സായി എനിക്ക്. ഇന്നലെ എനിക്ക് 20 വയസ്സ് കഴിഞ്ഞു. ശരീരത്തിനുള്ളൂ 20 വയസ്സായിട്ട്. അപ്പം ഇന്നലെ എനിക്ക് ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു. ഇന്നത്തെ റൊട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ പെരുന്നാൾ കൂടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഉച്ചയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. പക്ഷെ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലല്ല പെരുന്നാൾ കൂടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ തറവാട് പാപ്പാൻ്റെ വീട്ടിലാണ് പെരുന്നാൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തറവാട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തറവാട്ടിലേക്കാണ് വന്നത്. ഇപ്രാവശ്യം പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോയത്. ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചൊരു 2 മണി ആ ടൈമിലൊക്കെ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി. പിന്നെ അവിടെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയും എൻ്റെ അനിയൻ്റെയും ബർത്ത്ഡേ ഒപ്പാണ്. ഞങ്ങൾ തമ്മിൽ ഏജ് വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ 12 അങ്ങനത്തെ ഏജാണ് എനിക്ക്. ആ ഒരു ഏജ് ഉണ്ടാവും, 12-14. എനിക്ക് 20 വയസ്സാണ്. അപ്പോൾ എന്താ, ഞാൻ രണ്ടാളും 10 ഒപ്പായതുകൊണ്ട് കേക്ക്, ചെറിയൊരു കേക്കാണ് ഞാൻ മുറിക്കലുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു ഗിഫ്റ്റ് അങ്ങോട്ടും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ ജസ്റ്റ് ഗിഫ്റ്റ് ഓനിക്കാൻ കൊടുക്കലുണ്ട്, എന്തെങ്കിലും വെച്ച് തരുന്നുണ്ട്, അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വീഡിയോ. ബർത്ത്ഡേ കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്, ഒരുപാടൊന്നുമില്ല. അൺബോക്സ് ചെയ്യാൻ അപ്പം തന്നെ എല്ലാവരും വിളിച്ച് അൺബോക്സ് ചെയ്തു. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റും കാര്യമാണ്. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ഇടണം. എല്ലാവരും തെറിയല്ല കേട്ടോ, നല്ല കമൻറ്റുകൾ ഇടാം, പോസിറ്റീവ് മൈൻഡായിട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റൊന്നുമില്ല, കുറച്ച് ഗിഫ്റ്റ് അത് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയാലോ? അപ്പോൾ വീഡിയോക്ക് പോകണ മുന്നേ നിങ്ങളെയൊക്കെ പെരുന്നാളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ ഈ വലിയ പെരുന്നാൾ എടുത്തല്ല, ചെറിയ പെരുന്നാൾക്ക് എടുത്താണ്. ചെറിയ പെരുന്നാൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഷാൾ ഞാനിപ്പോൾ വാങ്ങിയത്, ഷാൾ ഉണ്ടായിരുന്നില്ല, ഷാളിപ്പോൾ വാങ്ങി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോക്ക് പോയാലോ? അപ്പോൾ എന്താണ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇട്ടിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് ഇട്ടത്. അത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഇതിൻ്റെ സെയിം കണ്ടോ, ഇതിൻ്റെ സെയിം ഒരു യെല്ലോ ആണ്. ഇതിൽ നെക്കിലൊക്കെ ഇങ്ങനെ ജസ്റ്റ്, പക്ഷെ ഇതിൻ്റെ നെക്കിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ടാണ്. ഡിസൈനൊക്കെ എനിക്ക് മഞ്ഞ തോന്നുന്നുണ്ട്, പക്ഷെ അത് ഫുള്ളുണ്ട്. പക്ഷെ ഇത് ഈ ടോപ്പിൻ്റെ അത്ര തന്നെ ഉള്ളത്, മുട്ടിൻ്റെ അത്രയും ഇല്ല, പിന്നെ ഈ ലെങ്ത്ത് അത്രയും ഉള്ളത്. ഇതാണ് ഫസ്റ്റ് ഇട്ടത്. പോക്കറ്റൊക്കെ കണ്ടോ, സെറ്റാണ്. ഇത് തന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്തയും ഇമ്മയും. അതോടെ ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഞാൻ അത് എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് തന്നെ ആണ്ടില്ല. ഞാൻ ഈ ബാക്കിന് പെൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ മറ്റേ ആംഗ്ലർ ഉണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് കണ്ടേക്കാൻ ഇതെടുക്കാറ്. ഇത് വേറൊരു ബ്ലാക്ക്, പക്ഷേ ആ ബ്ലാക്ക് നിങ്ങൾ കുറച്ച് ഇറക്കം കുറവാണ്. അത് ഇട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായി, അങ്ങനെ എടുത്തു. പക്ഷെ മഞ്ഞ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഡെയിലിയൊക്കെ പെട്ടെന്ന് ആക്കിയാലും ജീൻസിലൊക്കെ ഇടാൻ പറ്റുമ്പോൾ അടിപൊളി ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടോട്ടോ. ഞാൻ ഫസ്റ്റ് ഇട്ടത് ഇതാക്കിയിരുന്നത് സോ സ്പെഷ്യൽ. ഇനി അടുത്തത്
ഒരു ഇതും ജീൻസിൻ്റെ പൂവും സാധാരണ സിൽവർ പാൻറ് ഉണ്ടാവില്ല അതിൻ്റെ പൂവും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പാണ്. ഇത് മുടിയോ ഇത് സ്റ്റിക്കർ ഇത് ഇതാണ്. ഇതാരാ തന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപ്പാൻ്റെ ഇമ്മ ഞങ്ങൾ അമ്മമ്മ വിളിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇല്ല അങ്ങനെ വിളിക്കണം അതുപോലെ. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കും ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെല്ലാം അങ്ങനെ വിളിക്കണം അതിനില്ല ഞങ്ങൾ വിളിക്കും അത്രയേ ഉള്ളൂ. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ സൈഡ് ഓപ്പണൊക്കെ വരുന്ന ടോപ്പാണ്. ഇതാണ് ടോപ്പ്. രസമുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതിനിപ്പോൾ ജീൻസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ചുള്ള ജീൻസ് ഇട്ടാൽ രസമുണ്ടാവും. പിന്നെ ചെറിയ സൗണ്ട് ഉണ്ടാവും. അത് ഫാനിൻ്റെയാണ്. ഫാനില്ലാതെ നിൽക്കാൻ പറ്റില്ല. മഴ പോയപ്പോൾ പറ്റാൻ പോയി വന്നു. മഴ നല്ല ചൂടാണ്. ഇതും എനിക്ക് ഒരുപാടധികം ഇഷ്ടമായി. ഇനി അടുത്ത ടോപ്പാണ്. വലിയ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാത്ത എന്തായാലും നന്നായി. ഇതും ഇതും നിർത്തിച്ചറിയില്ല. വൈറ്റ് ടോപ്പ് ഇപ്പൊ കാണിച്ച ടോപ്പിന്റെ പോലെ തന്നെയാണ്. കുട്ടിനെക്കാട്ടി കുറച്ച് താഴെ ഉണ്ടാവും. ഓപ്പണുള്ള ടോപ്പ് ജീൻസിൻ്റെ ഒക്കെ ഇടാം. ഞങ്ങൾക്ക് ബ്ലാക്ക് ജീൻസ് ഇടാം, ബ്ലൂ ജീൻസ് ഇടാം. ഏത് ജീൻസാണ് ഇടാം. ഞാൻ ഷാൾ കാണിക്കില്ല വൈറ്റ് ആയതുകൊണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റും എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ്. ഇല്ലാത്തത് കിട്ടുമ്പോൾ നല്ലതുള്ള എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. ഇത് തന്നതാരാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാങ്ങാനാണ് എൻ്റെ വയസ്സ്. അപ്പോൾ കുഞ്ഞിമ്മയാണ് ഇത് തന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം. ഞാൻ ആൾക്കാർക്ക് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നുണ്ടോ. അപ്പം ഇതന്നെ കേട്ടോ. ഇനി അടുത്തത് ഒരു ബാഗ്, സ്ലിംഗ് ബാഗാണ്. ഇത് സുഡിയോന്ന്. ഇത് തന്നത് കുഞ്ഞിമ്മയാണ്. അപ്പം പറഞ്ഞില്ല വാപ്പാൻ്റെ അനിയൻ്റെ വൈഫ്. ഇത് തന്നത് കുഞ്ഞിമ്മയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വൈറ്റ് ടൈപ്പ് ഇങ്ങനത്തെ ഒരു വൈറ്റിൻ്റെ ഒരു മോഡൽ ഞാൻ നോക്കി വെച്ചിരുന്നു. ഗ്രീന് റെഡ് വൈറ്റ് അങ്ങനത്തെ ഒരു മോഡൽ നോക്കി വെച്ചിരുന്നു. ഏതൊരു ബ്രാൻഡ് ഇതൊരു ബാഗ് വാങ്ങലില്ല. ഒരു ബാഗ്. പിന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതാരായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇത് ഫാസ്ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. ഫാസ്ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. നമുക്ക് പറയുന്നത് കുറ്റം പറയുമ്പോൾ അല്ല ഫാസ്ട്രാക്കിൻ്റെ ഒരു വാച്ചാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമായ ഇത് തന്നതാരായിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ആണ് തന്നത്. ഇഷ്ടമായി. വാച്ച് ഞാൻ വാച്ച് ചെരുപ്പ് ഉപയോഗിച്ച് എനിക്ക് കുറ്റം പറയില്ല. ഇഷ്ടപ്പെടും. ഞാൻ ഒട്ട മോഡലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. ഇത് കുറച്ച് ഞാൻ കൂടെ ഒറ്റ കഞ്ഞിയൊന്നും കുടിക്കണം. ബാക്കി സെറ്റാണ്. അപ്പോൾ വാച്ച് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പൂനോസ്മി ബൈക്കറിലാണ് ഞാൻ വാച്ച് ബാഗ് ചെരുപ്പ് എത്ര വിറ്റാലും മതിയാവില്ല. വാച്ച് ഞാൻ വാങ്ങും ഇതൊക്കെ ഉണ്ട്. വാങ്ങി തന്നില്ല. വാങ്ങിത്തരാത്തതിൻ്റെ കാരണം വാങ്ങിത്തരാനായിട്ട് പോകും. കണ്ടോ ഇത് സ്പെഷ്യലാണ്. എനിക്ക് ഇട്ട് വെച്ചിട്ടോ. ഞാൻ അടുത്തത് ഞാൻ അത്രയും വാങ്ങണം എന്ന് കരുതി നിങ്ങൾ സാധനം ചെരുപ്പ് ഞാൻ പറഞ്ഞ വാച്ചിൻ്റെ ബാഗിൻ്റെ ചെരുപ്പിൻ്റെ ഒരാളാണ് ഞാൻ.
ഞാൻ വാങ്ങണമെന്ന് ജസ്റ്റ് ഫിറ്റായിട്ട് കുറച്ച് എൻ്റെ ബാക്കുകാർ കുറച്ച് പുറത്തേക്ക് വെക്കുന്നുണ്ട്. എൻ്റെ വലിയ കാലാണ്, അപ്പോൾ കുറച്ച് പുറത്തേക്ക് വെക്കുന്നുണ്ട്. മോതിരകാലുണ്ടല്ലോ, അപ്പോൾ കുറച്ചും വെപ്പുള്ളത് കിട്ടുമോ നോക്കണം. ഓൺലൈനിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈസ് കൂട്ടിയെടുക്കാൻ നോക്കണം. ആദ്യമോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് വാങ്ങട്ടെ. അപ്പം അത് പറയും അത് വാങ്ങണ്ടാക്കിയാൽ മേടിച്ച് തരാം, പിന്നെ ഞാൻ മേടിച്ച് തരാം. ഞാൻ എന്നോട് ഇങ്ങനെ പറയുള്ളൂ. അപ്പോൾ എന്താ പറയുക, രണ്ടാളും പാടെ പ്ലാൻ ചെയ്തിട്ട് ഇത് വാങ്ങണമെന്ന്. ഇത് തന്ന ആളാരാന്നറിയോ? കുഞ്ഞിമ്മയാണ് കേട്ടോ. അപ്പോൾ ബാഗും ഡ്രസ്സൊക്കെ കാണിച്ചിട്ടില്ലേ, അതേ വ്യക്തിയാണ് ഞാൻ ഇത് തന്നത്. അപ്പം ഉമ്മക്ക് ഇങ്ങനെ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കരുത്, ഞാനിത് വാങ്ങുന്നുണ്ട് കുഞ്ഞിമാങ്ങൾ വാങ്ങുന്നുണ്ടോ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യലുണ്ട്. കുഞ്ഞിമരിച്ച് വാങ്ങാൻ എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങാമെന്ന് പറയാം. എനിക്ക് ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കുറച്ച് ഗിഫ്റ്റാണ്, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി ബർത്ത്ഡേ എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇത് എൻ്റെ സിസ്റ്റർ സാധനം തന്ന ഗിഫ്റ്റാണ്. ഒരു ലിപ്സ്റ്റിക്ക് മാൾസിൻ്റെ പാക്കറ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഒരു മറൂൺ ടച്ച് ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് അങ്ങനത്തെ ഷെയ്ഡുകളാണ് ഇഷ്ടം. അങ്ങനത്തെ ഷെയ്ഡ്. അപ്പം ഞാൻ എന്തായാലും ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരുപാടധികം ഹാപ്പിയാണ്. ഒരുപാടധികം ഒരുപാടധികം ഹാപ്പിയാണ്. ഇതേവരെ ഇങ്ങനെ ഗിഫ്റ്റുകളോ ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പത്രത്തിൽ ഇതേപോലെ ഒരു വാച്ച് തന്നെ നിങ്ങൾക്ക്. ഇപ്പം കിട്ടുന്ന ഒരു ബ്ലാക്ക് വാച്ച്, അതാണ് അത് തന്നിരുന്നത്. ഇപ്പം ഇപ്രാവശ്യം കയറുന്നു. അത് വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ അങ്ങനെ ഗിഫ്റ്റില്ല. എനിക്ക് എത്ര മുന്നേ ഞാൻ കേക്ക് കൊടുക്കും, അതൊരു സന്തോഷം. എനിക്ക് എത്ര എണ്ണാണെങ്കിലും അന്നത്തെ ദിവസം ചെറിയൊരു കേക്കെങ്കിലും ചെറിയൊരു കേക്ക് ഞാൻ മുറിക്കലുണ്ട്. പ്രാവശ്യം ചെറുതൊക്കെ അധികം വലിയ കേക്ക് ഞാൻ മുറിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കരുതുമോ ഈ നാലിൻ്റെ സാധനം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒറ്റ സാധനമാണെങ്കിലോ, ഇനിയിപ്പോൾ ഈ ഒറ്റ സാധനമാണെങ്കിലോ ഞാൻ വീഡിയോ എടുക്കും. അത് ഞങ്ങൾ കാണിക്കും. ഞാൻ കരുതിയത് തന്നെയാണ്. ഇനിയിപ്പോൾ മുന്നേ കൂടി ഞാൻ എൻ്റെ സന്തോഷത്തിൽ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പ്ലസ് കേക്ക് മുറിക്കുന്നത് നോക്കിയാണ് എടുക്കുമായിരുന്നു. എന്താണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ എല്ലാവർക്കും പറയേണ്ടത് നമ്മൾ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ഗൈസ്. അപ്പം ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ കഴിഞ്ഞ് ഞാൻ ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരൽ കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്കായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിയത്. എനിക്കായിട്ടൊരു സെൽഫ് ഗിഫ്റ്റ് വാങ്ങിയത് ഇപ്പോഴാണ്. എന്താ സാധനം എന്ന് ഞാൻ കാണിച്ചു തരില്ല, അങ്ങോട്ട് പറയുന്നത് ചെയ്യാം. അതും ഒരു വാച്ച് തന്നെയാണ്. കാരണം ഞാൻ ഒരു വാച്ച് ഭ്രാന്തത്തിയാണ്. വാച്ച് എത്ര ഇട്ടാലും മതിയാവില്ല. ഞാൻ ഓരോ ഡ്രസ്സിനിങ്ങനെ മാറ്റി ഇടാനിങ്ങനെ വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനൊരു വാച്ച് തന്നെ വാങ്ങിയത്. എനിക്ക് സിൽവർ കളർ വാച്ച് ഉണ്ടോന്ന്, പക്ഷെ അത് കേട് വന്നു പോകും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വാച്ച് വാങ്ങാമെന്ന് കരുതിയിട്ട് അതാണ് വാങ്ങിക്കണത്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഗിഫ്റ്റ്. അപ്പോൾ ഞാനത് കയ്യിലിട്ട് കാണിച്ചു തരാം. ഞാൻ എനിക്കായി വാങ്ങിയത്. കണ്ടോ എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിക്കണത് കേട്ടോ. അപ്പോൾ ഇതും പാടെ ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടാവും ഇടുക. അതിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് കൂട്ടിയിട്ടായിരിക്കും ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക.